ഇവിടെ നിരന്തരമായിട്ട് വെള്ളപ്പൊക്കം ഉണ്ടാവുന്ന ഒരു സ്ഥലമാണ് നമ്മുടെ ചെമ്പുക്കാവ് ചേരൂർ റോഡ് ഇറക്കത്തിന്റെ ഭാഗം കേട്ടോ. അത് വെള്ളം ഒഴുകി പോകുന്നത് കണ്ടില്ലേ? ഇവിടെ നന്നായിട്ട് വെള്ളം ഒഴുകി പോകുന്നുണ്ട്. അപ്പോ ഇപ്പുറത്തെ സൈഡിലേക്ക് വരാണെന്നുണ്ടെങ്കിൽ ഇവിടെ വെള്ളം ബ്ലോക്കാണ് കണ്ടോ. ഇവിടെ ഈ ഒഴുക്കില്ല, അതായത് ഇവിടെ ഈ ഒഴുക്കില്ല. നമ്മളപ്പോ എന്താണ് ചെയ്തിട്ടുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 1916 വിളിച്ചിട്ട് നമ്മൾ കംപ്ലൈന്റ് ചെയ്തിട്ടുണ്ട്. 1916 വിളിച്ചത് കംപ്ലൈന്റ് ചെയ്തിട്ടുള്ള ഒരൊറ്റ കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടുത്തെ ഡ്രൈനേജ് സംവിധാനങ്ങൾ ഇതുപോലെ മഴ പെയ്യുന്ന സമയത്ത് പ്രോപ്പറായിട്ട് ഇത് ഓഡിറ്റ് ചെയ്തിട്ട് വെള്ളപ്പൊക്കം ഉണ്ടാവാനുള്ള സാഹചര്യങ്ങൾ പരമാവധി ഒഴിവാക്കി തരേണ്ടത് കോർപ്പറേഷന്റെ ഉത്തരവാദിത്തമാണ്. അപ്പൊ ഇവിടുത്തെ ഡ്രൈനേജ് സംവിധാനങ്ങൾ പ്രോപ്പർ ആണോ എന്നുള്ളത് ചെക്ക് ചെയ്യേണ്ടത് അവരുടെ ഉത്തരവാദിത്തമാണ്. അപ്പൊ ഈ ഡ്രൈനേജ് സംവിധാനങ്ങൾ എങ്ങനെയാണ് ബ്ലോക്ക് ആവുന്നത് എന്നുള്ളത് കാണിച്ചു തരാട്ടോ. അത് ജനങ്ങളുടെ ഭാഗത്തും തെറ്റുണ്ട്. അപ്പോൾ ആ തെറ്റുകൾ കറക്റ്റായിട്ട് പരിപാലിക്കേണ്ടത് കോർപ്പറേഷന്റെ ഉത്തരവാദിത്തമാണ്. കോർപ്പറേഷൻ അതിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ കഴിയില്ല. കണ്ടില്ലേ, ഈ പ്ലാസ്റ്റിക് വേസ്റ്റ് കാര്യങ്ങൾ ഈ പറഞ്ഞ പോലെ വീണ് എടുക്കുന്നുണ്ട്. അതിന്റെ ഭാഗമായിട്ട് ഇവിടെ വെള്ളം ബ്ലോക്ക് ആയി കിടക്കുകയാണ്. ചെറിയ ഒരളവില് അങ്ങോട്ട് വെള്ളം പോകുന്നുണ്ട്. അപ്പോൾ അതേപോലെ തന്നെ നിരവധി ബ്ലോക്കുകളാണ്. അപ്പൊ ഈ ബ്ലോക്കുകൾ ക്ലിയർ ചെയ്യേണ്ടത് കോർപ്പറേഷന്റെ ഉത്തരവാദിത്തമാണ്. ഇതുപോലത്തുള്ള ഡ്രൈനേജ് സംവിധാനങ്ങൾ തുറന്നു വെക്കുമ്പോൾ ഇതുപോലത്തുള്ള പ്ലാസ്റ്റിക്കുകൾ പറന്നും ഇതിൻ്റെ ഉള്ളിലേക്ക് വരാനുള്ള സാധ്യതകളും വളരെ കൂടുതലാണ്. കണ്ടില്ലേ, അവിടെ അത്രയും ഫോഴ്സിൽ വെള്ളം പോകുമ്പോൾ ഇവിടെ ഒക്കെ ഈ ബ്ലോക്കായിട്ട് കെടുക്കുകയാണ്. നമ്മൾ 1916 വിളിച്ചിട്ട് നമ്മൾ കംപ്ലൈന്റ് ചെയ്തിട്ട് അവര് ആ റെക്കോർഡും കൂടിയിട്ട് ഞാൻ ഇതിൽ കൊടുക്കുന്നുണ്ട് കേട്ടോ. ആ റെക്കോർഡും കൂടി കാണുമ്പോൾ നിങ്ങൾക്ക് അത് മനസ്സിലാവും. വെള്ളപ്പൊക്കം ഉണ്ടാവാനുള്ള സാഹചര്യങ്ങൾക്ക് മെയിൻ ആയിട്ടുള്ള കാരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടുത്തെ ഡ്രൈനേജ് സംവിധാനങ്ങൾ പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാത്തതാണ്. ഓക്കെ, ആ ഡ്രൈനേജ് സംവിധാനങ്ങൾ പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാതെ വരുമ്പോഴാണ് ഈ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത്. നോക്കൂ, ഇവിടെയൊക്കെ വെള്ളം നല്ല ഫോഴ്സിൽ പോകുമ്പോൾ അവിടേക്കൊക്കെ ഈ പറയുന്ന ബ്ലോക്കുകൾ പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത് കോർപ്പറേഷന്റെ ഉത്തരവാദിത്തമാണ്. നമ്മൾ വിളിച്ച് 1916 വിളിച്ച് കംപ്ലൈന്റ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം പ്രോപ്പറായിട്ടുള്ള റെസ്പോൺസ് അവരുടെ ഭാഗത്തു നിന്നില്ലെങ്കിൽ അവർക്കെതിരെ നമുക്ക് കൺസ്യൂമർ കോർട്ട് ബേസ് ചെയ്തിട്ട് നമുക്ക് കംപ്ലൈന്റ് ഫയൽ ചെയ്യാൻ കഴിയും. ഓക്കെ, അപ്പോൾ ഇത്രയും ഭാഗത്ത് എവിടെയൊക്കെയാണ് ഈ ബ്ലോക്ക് ഉള്ളതെന്നുള്ളത് നമ്മൾ കാണിച്ചു തന്നു കഴിഞ്ഞു. അപ്പോൾ ഇനി ഒരൊറ്റ കാര്യമുള്ളൂ, ആ ബ്ലോക്കുകൾ പ്രോപ്പറായിട്ട് പരിഹരിക്കാതെ ഇവിടെ വെള്ളം പൊന്തുകയാണെങ്കിൽ, അതായത് ചെമ്പുക്കാവ് ചേരൂർ റോഡിന്റെ ഈ ഇറക്കത്തിൽ കഴിഞ്ഞ വർഷത്തെ പോലെ തന്നെ വെള്ളം പൊന്തുകയാണെങ്കിൽ ഇതാണ് അതിന്റെ കാരണം എന്നുള്ളതും തൃശ്ശൂർ കോർപ്പറേഷന് ഇതിൽ മുഖ്യ പങ്കുണ്ടെന്നുള്ളതും ചൂണ്ടിക്കാണിച്ചുകൊണ്ട് തന്നെ മുന്നോട്ട് പോകുന്നതായിരിക്കുമെന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് ബൈ.